തെന്നിന്ത്യൻ സിനിമാ ലോകത്തെയും ദശലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് നടൻ രവി മോഹന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. മുൻ ഭാര്യ ആരതിയുമായിട്ടുള്ള വിവാഹമോചന നടപടികൾ നിയമപരമായി പൂർണ്ണമായി അവസാനിക്കുന്നതുവരെ തന്റെ പുതിയ സിനിമകളൊന്നും ഇനി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ലെന്ന് താരം ഔദ്യോഗികമായി വ്യക്തമാക്കി. നീണ്ട നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കും വ്യക്തിപരമായ പ്രതിസന്ധികൾക്കും ഒടുവിൽ വിവാഹമോചനം പൂർണ്ണമായി ലഭിച്ചതിനു ശേഷം മാത്രമേ തനിക്കിനി ക്യാമറയ്ക്ക് മുന്നിലേക്ക് മടങ്ങിയെത്താൻ മാനസികമായി സാധിക്കുകയുള്ളൂ എന്ന് അതീവ നിരാശയോടെയും വേദനയോടെയും രവി മോഹൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി തൻ്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഉയർന്നു വന്ന നിരന്തരമായ വിവാദങ്ങളും ക്രൂരമായ വ്യക്തിഹത്യകളും തന്നെ മാനസികമായി അത്രമേൽ തളർത്തിയെന്നാണ് താരം തുറന്നു പറയുന്നത്. പ്രസ് മീറ്റിൽ അതീവ വികാരാധീനനായിട്ടാണ് രവി മോഹൻ സംസാരിച്ചത്. തനിക്കെതിരെ ഒളിയമ്പെയ്യുന്നവരോട് നേരിട്ട് വരാൻ വെല്ലുവിളിച്ചുകൊണ്ട് താരം ഇങ്ങനെ പറഞ്ഞു. ശാന്തനായ സാധുവായ ഒരാൾ കടുത്ത മാനസിക വിഷമം കാരണം പ്രതികരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല. എൻ്റെ ഓഫീസ് ഇതാണ്, ഇതെല്ലാവർക്കും അറിയുന്നതുമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മറഞ്ഞു നിന്ന് ആക്രമിക്കാതെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എത്ര പേർ എന്നെ താഴേക്ക് വലിച്ചിടാൻ നോക്കിയാലും അവരെയെല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ്. വെറുമൊരു പഞ്ചിങ് ബാഗ് പോലെ തോന്നുമ്പോഴൊക്കെ വന്ന് എന്നെ അടിച്ചു വീഴ്ത്താമെന്ന് കരുതുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഒന്നിനും തളരാതെ കരാട്ടെ ബാബുവിനെ പോലെ നെഞ്ചും വിരിച്ച് ഞാൻ ഇവിടെ നേരെ തന്നെയുണ്ട്. തൻ്റെ കരിയറിലെ ഏറ്റവും കഠിനമായ തീരുമാനത്തെക്കുറിച്ച് രവി മോഹന്റെ വാക്കുകളിൽ കടുത്ത നിരാശയും ദേഷ്യവും പ്രകടമായിരുന്നു. കോടതിയിൽ നിന്ന് കൃത്യമായ വിവാഹമോചനം ലഭിക്കുന്നതുവരെ എൻ്റെ ഒരു സിനിമ പോലും ഇനി തിയേറ്ററുകളിൽ റിലീസ് ചെയ്യില്ല. ഈ ഒരു മാനസികാവസ്ഥയിൽ എന്നെക്കൊണ്ട് ഇനി അഭിനയിക്കാനും വയ്യ. കഴിഞ്ഞ കുറേ നാളുകളായി യാതൊരു കാരണവുമില്ലാതെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപമാനങ്ങളും അധിക്ഷേപങ്ങളും ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല. എനിക്കിനിയും അതിനുള്ള ക്ഷമയില്ല. എന്നെ മാനസികമായി നോവിക്കാനും തകർക്കാനും നോക്കുന്നവരൊക്കെ ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വന്നോളൂ. ഞാൻ എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ തീർന്നോളാം. എന്നാൽ എപ്പോഴാണോ ഈ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നത് എന്ന് എനിക്ക് നിയമപരമായി വിവാഹമോചനം ലഭിക്കുന്നത്, എൻ്റെ സ്വകാര്യ ജീവിതം എപ്പോഴാണ് ശാന്തമാകുന്നത് എന്നാണോ ഈ ക്രൂരമായിട്ടുള്ള സൈബർ ബുള്ളിങ് അവസാനിക്കുന്നത്, അതുവരെ ഞാൻ ഇനി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കില്ല, അഭിനയിക്കുകയുമില്ല. തൻ്റെ ഈ കടുത്ത തീരുമാനം പൂർണ്ണമായും വ്യക്തിപരമാണെന്നും സിനിമാ വ്യവസായത്തെയോ തൻ്റെ ആരാധക കൂട്ടായ്മകളെയോ കുറ്റപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും താരം വ്യക്തമാക്കി. തുടർന്ന് വികാരഭരിതനായി അദ്ദേഹം കൂട്ടിച്ചേർത്തു, സിനിമയിൽ വന്നിട്ട് 23 വർഷമായി. ഈ 23 വർഷം ഞാൻ രാവും പകലുമില്ലാതെ കഠിനമായി ജോലി ചെയ്തതാണ്. ഞാൻ ചെയ്ത സിനിമകളിൽ 95% വലിയ വിജയമായിരുന്നു. കരിയറിലെ ഈ നേട്ടങ്ങളെല്ലാം ഞാൻ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ആളുകളോട് വിളിച്ചു പറയേണ്ടി വരുന്നത് എന്നെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. എങ്കിലും എന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെടുത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ ഇതെല്ലാം എടുത്തു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി ഒരു തവണ കൂടി എന്നെ ആരെങ്കിലും വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഞാൻ മിണ്ടാതിരിക്കില്ല. അവർ എന്ത് ചെയ്താലും അവർ എന്ത് പറഞ്ഞാലും അവൻ തിരികെ ഒന്നും മിണ്ടില്ലെന്നാണോ അവർ വിചാരിച്ചത്? ഇത്രയും നാൾ സ്ത്രീയാണെന്ന് കരുതി മാത്രമാണ് സഹിച്ചതെന്നും ജയൻ രവി പറയുന്നു.